കൂട്ടുകാരെ ക്ലിപ്പ് പെട്ടെന്നൊരാശയം തോന്നി അയക്കുകയാണ്. ക്ലിപ്സ് കേട്ടോ. ഈ ക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കണ്ടല്ലോ, ക്ലിപ്സ് അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അതായത് തുണിയിടുന്ന ക്ലിപ്സ്. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണിയിലിടുന്ന ക്ലിപ്സ് എന്ന് വെച്ചാൽ തുണി താഴെ പോകാതിരിക്കാൻ വേണ്ടി ഇടുന്ന ക്ലിപ്സ് നിങ്ങൾക്കറിയാമല്ലോ. ആ ക്ലിപ്സ് എൻ്റെ കൈവശം കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ വളരെ സൂക്ഷിച്ച് വെക്കണം. ഭയങ്കര വിലപിടിപ്പുള്ള സാധനങ്ങൾ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൊച്ചിന് അതൊക്കെ വലിയ ക്രേസാണ് മോനെ. അപ്പോൾ ഇവനത് കണ്ടുപിടിച്ച് തപ്പിപ്പറക്കി എടുത്തിട്ട് ഇവനതുകൊണ്ട് ആദ്യമൊക്കെ കുറേയൊക്കെ കളിക്കുമായിരുന്നു. പിന്നീട് ഇവനത് വെച്ച് എന്തുണ്ടാക്കിയെന്നറിയാമോ? ആൻറ്റിന പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആദ്യമൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷെ ഇവന് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്, കൗതുകമാണ്. അതാണ് അവൻ്റെ ക്രേസ്. അപ്പോൾ ആദ്യമൊക്കെ അവൻ്റെ വഴിക്ക് വിട്ടു. ആ ഒരു കളി അവൻ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് കരുതി ഇവനത് വെച്ച് കുറേ സാധനങ്ങൾ, എനിക്ക് പോലും അത് നമ്മൾ ഈ ക്യൂബ്സ് വെച്ച് കൊച്ചുങ്ങൾ ഓരോന്നും ഉണ്ടാക്കത്തില്ലേ, അതൊക്കെ ഇവന് ഞാൻ പണ്ട് കാലത്ത് വാങ്ങിച്ചു കൊടുത്തിരുന്നു. പക്ഷെ അത് ചെറിയ പ്രായമായതുകൊണ്ട് കുട്ടികളത് കളിക്കാനുള്ള ഒരു ഇതാവത്തില്ല. അത് വെച്ച് അവൻ അറിയത്തില്ലായിരുന്നു അന്ന്, അറിവില്ലാത്ത കാലത്ത്. ഇപ്പോൾ അവനതൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് അറിയാം. ഇപ്പോഴും കൊണ്ട് കളയുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വണ്ടിയാണ് ക്രൈസ്. വണ്ടി എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ചുമ്മാ ഓടിച്ച് പോകുക എന്നുള്ളത്. സ്വന്തമായിട്ട് കാലുകൾ കൊണ്ട് അങ്ങനെയൊന്നും ഓടിക്കാനുള്ള അത് ഉണ്ട്, അവനത് ചെയ്യുന്നില്ല വലുതായിട്ട്. അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇവൻ കൈ കൊണ്ട് ചുമ്മാ ഓടിച്ചു പോകുന്ന ഒരു ചെറിയ കാറുകളാണ് ക്രൈസായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഈ തുണിയിലിടുന്ന ക്ലിപ്സ് എടുത്ത് പല കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കി അവൻ എന്നെ കാണിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓരോ തിരക്കുകളുടെ ഇടയിൽ കൊള്ളാം എന്നും ചിലത് കണ്ടില്ല എന്നും നടിച്ചപ്പോൾ ഞാൻ ഒരു വട്ടം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ജോലിയിലായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആ സാധനം തറയിലെറിഞ്ഞ് എന്നാൽ പിന്നെ ഞാനൊരു വകയും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മോൻ എന്നെ കാണിക്കാനും കൂടെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് ഞാൻ ഒരുപാട് പ്രോത്സാഹനം അവന് കൊടുത്തു. അപ്പോൾ അവൻ എന്തെല്ലാം ഉണ്ടാക്കിയെന്നറിയാമോ? ഞാനിപ്പോൾ ഫോട്ടോ ഇടുന്നില്ല, കാരണം നമുക്ക് ഫോട്ടോ ഇടാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല ഞങ്ങൾ നിൽക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ഇവനോട് ഞാൻ പറഞ്ഞു, യാത്രകളിലൊക്കെ തന്നെയും നീ ഇത് കയ്യിലെടുത്തോ, നമുക്കവിടെ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഇതുണ്ടാക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഇടാമെന്ന് പറഞ്ഞു. ഇവൻ ഈ അടുത്ത് ഉണ്ടാക്കിയതാണ് ആൻറ്റിനെ പോലത്തെ സാധനം. കറക്റ്റായിട്ട് അതേ കണക്കുണ്ടാക്കി കൊച്ച് 4.5 വയസ്സുള്ള കുട്ടി. എന്നിട്ട് ഇവൻ അത് വെച്ച് അവൻ്റെ തന്നെ ഷൂസിൽ ഒരു ബൂട്ട് പോലെ ഉണ്ടാക്കി. എന്നിട്ട് ഇവനത് വെച്ച് പ്ലെയിൻ ഉണ്ടാക്കി. പിന്നെ കാറിൻ്റെയൊക്കെ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ അതുണ്ടാക്കി. എന്താ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എനിക്ക് പോലും അത്ര അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവനത് വലിയ ഒരിതായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഓരോന്നായിട്ട് ഇട്ട് തരേണ്ടതാണ്. ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞു ഇനിയും നീ അത് ഉണ്ടാക്കുമല്ലോ. ഓരോന്നുണ്ടാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി വേറെ ഇതിലേക്ക് ഉണ്ടാക്കിയത്. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നോ? കേവലം ഒരു തുണി ഇടുന്ന ക്ലിപ്പ് കൊണ്ടിട്ടാണ് ഇതെല്ലാം വയ്ക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. അതിനി ഉണ്ടാക്കണം. ഇനി ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഇതെടുത്ത് വെക്കണേ മോനെ കയ്യിലെന്ന് പറഞ്ഞാൽ അവത് ചെയ്യുമോ എന്ന് അറിയത്തില്ലല്ലോ. അന്നേരം വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന നമുക്ക് വരത്തില്ലല്ലോ. എന്തായാലും താങ്ക് യു. കിട്ടുവാണെങ്കിൽ ഞാൻ ആ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷമാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.